സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്ന് ഒരാളെ വീതം വിജയിയായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. ഇതിനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ എൻ്റർ ചെയ്തിടുകയാണ് വേണ്ടത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. US മാർക്കറ്റ് കറന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരുന്നത്. മാർക്കറ്റ് ഓവറോൾ സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണ്. അതുപോലെ ഇൻട്രാഡേയിലും ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. ന്യൂട്രലാണ് അതിൻ്റെ ഓവറോൾ സെന്റിമെന്റ്സ്, പക്ഷേ ഇൻട്രാഡേയിൽ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,505 ട്രേഡിംഗ് നടക്കുന്നത്. 34 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രൈക്ക് ടൈംസ്, SCT കമ്പോസിറ്റ്, ജക്കാർസ കമ്പോസിറ്റ്, അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റി, ഈ 4 മാത്രമാണ് ഏഷ്യ മാർക്കറ്റിൽ ബെയറിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 212 പോയിന്റിന്റെ 0.99% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,454 നിന്നും 102 പോയിന്റ് നഷ്ടത്തിൽ 21,352 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 38 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 730 പോയിന്റിന്റെ 1.03% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 71,022 നിന്നും 321 പോയിന്റ് നഷ്ടത്തിൽ 70,700 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 3.55% കുറഞ്ഞിട്ട് 13.87 അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 24 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 710 പോയിന്റിന്റെ അഥവാ 1.58% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 45,057 നിന്ന് 192 പോയിന്റ് നഷ്ടത്തിൽ 44,866 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 294 പോയിന്റിന്റെ അഥവാ 1.45% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 20,204 നിന്നും 105 പോയിന്റ് നഷ്ടത്തിൽ 20,099 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $75.84 ആണ് ഇന്നത്തെ പ്രൈസ്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്, $2015.93 മാറിയിട്ടുണ്ട്. USD INR റേറ്റ് 1 പൈസയുടെ നില മെച്ചപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. 83 രൂപ 12 പൈസയാണ് ഒരു US ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 34,280 കോടിയുടെ ബൈങ്ങും 36,424 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 2,144 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 12,353 കോടിയുടെ ബൈങ്ങും 8,878 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 3,474 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,330 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 35,778 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,976 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 15,801 കോടിയുടെ നെറ്റ് സെല്ലിംഗ് തന്നെയാണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി റിയാലിറ്റി 0.67% ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി. നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി മീഡിയ, മെറ്റൽ, PSU ബാങ്ക്, ഓട്ടോ, ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ള. ബാക്കിയുള്ളതെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് 0.92% പ്രോഫിറ്റോട് കൂടി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. മറ്റുള്ള എല്ലാ ETFകളും ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബജാജ് ഓട്ടോ ഇന്ന് 5.23% ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 6.73% ഹയസ്റ്റ് ലോസ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ബജാജ് ഓട്ടോ, PNB, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അദാനി പോർട്സ്, NTPC, കോൾ ഇന്ത്യ, SBI കാർഡ്സ്, ജിന്ദാൽ സ്റ്റീൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ടെക് മഹീന്ദ്ര, ലോറസ് ലാബ്സ്, ഹിൻപെട്രോ, AU ബാങ്ക്, ജൂബിലന്റ് ഫുഡ്സ്, സിപ്ല, വോൾട്ടാസ്, TVS മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ഡിവിസ് ലാബ്, MRF ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,190 സ്റ്റോക്കുകൾ ലാഭത്തിലും 950 സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.79 ആയിട്ട് തുടരുകയാണ്. ബെയറിഷ്, അതായത് സൈഡ് വേസ് മാർക്കറ്റാണ് ക്ലിയർലി അത് പറയുന്നത്. 21,353 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 21,351 തന്നെയാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇവിടെ എൻ്റർ ചെയ്ത ഡാറ്റയിൽ എറർ ഉണ്ടെന്ന് തോന്നുന്നു.
ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ 0.69 ആണ്. ക്ലിയർലി അത് ബെയറിഷ് ആണ്. 44,866 ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 4 പോയിന്റ് താഴെയായിട്ട് 44,861 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ്. അതായത് ഒരേ പ്രൈസിൽ തന്നെയാണ് ഇത് രണ്ടും അവസാനിച്ചിരിക്കുന്നത്, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും. കാരണം ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. സോ ഈ -4ഉം ഇവിടെ മറ്റുള്ള ഡിഫറൻസ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യേണ്ടതില്ല. സ്പോട്ട് പ്രൈസിൽ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമെങ്കിലും അത് രണ്ടും ഒരുപോലെയാണ് എക്സ്പയർ ആവുക. ഇനി ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 31,720 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. 5.29% പ്രോഫിറ്റാണ് ഈ ഒറ്റ ദിവസം ഉണ്ടാക്കിയത്. 20 ട്രേഡുകളാണ് ഞങ്ങൾ ചെയ്തത്. നിഫ്റ്റിയിൽ 1.4%, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് 1.4% പ്രോഫിറ്റ് കിട്ടി. ബാങ്ക് നിഫ്റ്റിയിൽ 3.2%, ഫിൻ നിഫ്റ്റിയിൽ 2.7%, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2.3%, സെൻസെക്സ് അടിപൊളിയായിട്ട് 8.2% പ്രോഫിറ്റ് കിട്ടി. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിലാണ് കിടുക്കനായത് 13.5% പ്രോഫിറ്റ് ഇന്ന് ഒറ്റ ദിവസത്തിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇനി 3 ദിവസം കൂടി നമുക്ക് ട്രേഡിംഗ് ബാക്കിയുണ്ട്. 28, 29, 31, 30, 29 ആ 3 ദിവസങ്ങളാണ്. നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് കറൻ്റ്ലി 2% ലോസിലാണ് മന്ത്ലി പെർഫോമൻസ്. ബാങ്ക് നിഫ്റ്റി 42% പ്രോഫിറ്റിലാണ്. ഫിൻ നിഫ്റ്റി 35% പ്രോഫിറ്റിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 60% പ്രോഫിറ്റിലാണ്. സെൻസെക്സ് 11%. സെൻസെക്സും ഇപ്പോൾ ഒരു സേഫ് സൈഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് ബാങ്ക് എക്സ് ഞങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സ്റ്റോക്ക് ഓപ്ഷൻസ് ഇപ്പോൾ ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. 87 രൂപ മൈനസിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിയർലി ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ഇനി ഒരു 10% പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഓപ്ഷൻസും വളരെ സേഫായി എന്ന് തന്നെ പറയാം. നിഫ്റ്റിയും സ്റ്റോക്ക് ഓപ്ഷൻസും മാത്രമാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിനെ പ്രോഫിറ്റ് ലെവലിലേക്ക് കയറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് 3 ദിവസം കൊണ്ട് നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ഇതിനകത്ത് കുറച്ച് സെഗ്മെന്റുകൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 3 ദിവസത്തെ അവധിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. റാസ് ലെവൽസ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇന്ന് ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇന്നലെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ഒത്തിരി പേര് പ്രോഫിറ്റാണ്. കാരണം 3 മണിക്കുണ്ടായിരുന്ന ഈ ഒരു റിക്കവറി, ഒരു തിരിച്ചുവരവ് അപാരമായ റിസൾട്ടാണ് ഉണ്ടാക്കിക്കൊടുത്തത് ഓരോ ട്രേഡേഴ്സിനും. അതേപോലെ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ്. 3 മണി 2:50 സൂപ്പറായിട്ട് റിക്കവറി ഉണ്ടായത്. ആ സമയത്ത് ഞങ്ങൾ ട്രേഡിങ്ങിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ അതിന് മുൻപേ തന്നെ മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. സെൻസെക്സിലും അതേ രീതിയിൽ തന്നെയാണ്. മന്ത്ലി എക്സ്പയറി ഇന്ന് സൂപ്പറായിരുന്നു. നല്ല പ്രോഫിറ്റ്, അതായത് 0 to 0 ഒക്കെ അടിപൊളിയായിരുന്നു. 100% 20 ടൈംസ് ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഓരോരുത്തരും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്നതിനപ്പുറം മറ്റൊരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുകളിൽ വിക്കില്ലാത്തൊരു ക്യാൻഡിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് മാർക്കറ്റ് താഴോട്ട് പോയിട്ട് അതേ സെൻട്രൽ സിപിആർ ടച്ച് ചെയ്ത മൊമെന്റിൽ തിരിച്ചതുപോലെ കയറി വന്നിട്ടുണ്ട്. ഒരു വി ഷേപ്പ് റിക്കവറി. സോ കംപ്ലീറ്റ്ലി റിക്കവറി ആയിട്ടില്ലെങ്കിലും എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. സോ എന്ത് തന്നെ ഉണ്ടായാലും അവിടെ വലിയൊരു സംഭവങ്ങളൊന്നും പറയാനില്ല. നാളെ ഇത് ഒന്നുകിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് കട്ട് ചെയ്യണം, ഒന്നുകിൽ ലോ താഴോട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ മുകളിലോട്ട് കട്ട് ചെയ്യണം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിന്നും ഒരു ഡയറക്ഷൻ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുവരെയും ഇതിനിങ്ങനെ നോക്കി കാണാവുന്നേ ഉള്ളൂ. സെൻസെക്സ് ആയാലും അതേ അവസ്ഥയാണ്. ഇനി മിഡ് ക്യാപ്പിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നെയാണ്, പക്ഷേ ഇന്നലത്തതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിച്ച് പോവുക. കാരണം ലോ കട്ട് ചെയ്തിട്ടില്ല, ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബെയറിഷ് ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ വന്നിരിക്കുന്നത് നെഗറ്റീവ് ക്യാൻഡിലാണ്. സോ അതൊരു വിരോധാഭാസമാണ്. അതിനെ വെച്ച് അനലൈസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ ഇനി നിഫ്റ്റി ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വന്നിരിക്കുന്ന ഒരു ഡോജിയാണ്. ഈ ഡോജി വെച്ച് അതായത് ക്ലിയർലി മാർക്കറ്റ് യെസ്റ്റർഡേ ലോ കട്ട് ചെയ്ത മൊമെന്റിൽ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് മുകളിലോട്ട് വന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു റിക്കവറി വരുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കണം. കാരണം നമ്മൾ സപ്പോർട്ട് അത്രയും നല്ല സപ്പോർട്ട് കിട്ടാതെ കഴിഞ്ഞ മാസത്തെ ലോയിൽ വന്നപ്പോൾ അവിടെ വന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് തിരിച്ച് അതുപോലെ കയറി വന്നു. സോ അതിനെ നമ്മൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് തന്നെ നിരീക്ഷിക്കണം. കാരണം മാർക്കറ്റിനെ ഇനി അത് മുകളിലോട്ട് വലിച്ചു പോകാൻ പോകുന്നത് ഇതാണോ എന്നുള്ളത്. ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ഈ മാസത്തെ ലോ വരും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ലെവലിൽ എക്സാക്ട്ലി അവിടെ വന്നു. മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്ത മൊമെന്റിൽ തിരിച്ചൊരൊറ്റ പൊങ്ങൽ പൊങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തേക്ക് പറയാനുള്ളത്.
അപ്പം എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. എല്ലാവരും ശനിയാഴ്ച എത്തിച്ചേരുക കൊച്ചിയിൽ. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ആരും മറക്കരുത്. മനോഹരമായ ഒരു ക്ലാസ്സും ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഒരു ദിവസം കഴിച്ചുവിടാൻ പോവാണ്. ഒരുപാട് പേര് ഇന്നലത്തെ ഒറ്റ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 6-7 പേര് അഡീഷണലായി പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഒരു 2 പേർക്ക് 48 പേര് നമ്മളിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി 50 പേരാവാൻ 2 പേർക്ക് കൂടി അവസരമുണ്ട്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊച്ചി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ പേര് വിവരങ്ങൾ എഴുതിയിടുക. എന്നിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.